ഹലോ എവ്രി വൺ, വെൽക്കം ടു MP's വേൾഡ്. ഇന്ന് നമ്മൾ പേപ്പർ വെച്ചിട്ടൊരു സ്വാൻ അല്ലെങ്കിൽ ഒരു അരയന്നം ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ജസ്റ്റ് ഈ ഷേപ്പ് മാത്രമല്ല, ഈ ഒരു പെർട്ടിക്കുലർ ടെക്നിക്ക് നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പല പല ഷേപ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം. അപ്പം ഇതുണ്ടാക്കാൻ നമുക്ക് ആവശ്യമുള്ളത് ഒരു A4 പേപ്പറാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് പേപ്പർ എടുക്കാം, അല്ലെങ്കിൽ കളർഡ് ആയിട്ടുള്ള A4 പേപ്പർ ഉണ്ടാവും. അതിന് നമുക്ക് ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കണം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡയമെൻഷൻ എടുത്തിട്ട് പീസ് കട്ട് ചെയ്യാം. അതൊരു ഓൾമോസ്റ്റ് ഒരു 3 സെൻറ്റിമീറ്റർ ഇൻറ്റു 5 സെൻറ്റിമീറ്റർ സൈസിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യുന്നത് ജസ്റ്റ് നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് ഹാഫായിട്ട് കട്ട് ചെയ്ത് പോയാൽ ഫൈനലി നമുക്കൊരു പീസ് കിട്ടും. അതാകുമ്പം മാക്സിമം ഒരു പേപ്പറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അധികം വേസ്റ്റേജ് ഇല്ലാതെ മാക്സിമം പീസ് ഓഫ് പേപ്പർ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിന് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഫസ്റ്റ് നിങ്ങൾ A4 പേപ്പർ എടുക്കുക. അത് ഫസ്റ്റ് ഹാഫായിട്ട് ഇതിൻ്റെ നേരെ സെൻറ്ററിൽ ഇങ്ങനെ ഹാഫായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊരു പേപ്പർ കിട്ടും. അത് വീണ്ടും നിങ്ങൾ ഫോൾഡ് ചെയ്ത് ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് ഒന്നും കൂടെ കട്ട് ചെയ്യാം. ആ ഒരു പീസിനെ വീണ്ടും നിങ്ങൾ സെൻറ്റർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു പീസിനെ വീണ്ടും നിങ്ങൾ ഈ ഒരു രീതിയിൽ സെൻറ്ററായിട്ട് കട്ട് ചെയ്യാം. ആൻഡ് ഏറ്റവും ലാസ്റ്റ് കിട്ടുന്ന പേപ്പറിനെ വീണ്ടും ഈ രീതിയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി നിങ്ങൾക്കൊരു സ്മോൾ പീസ് ഓഫ് പേപ്പർ കിട്ടും. അപ്പോൾ ഈ ഒരു പീസ് പേപ്പറാണ് നമ്മൾ ഇനി ഫോൾഡ് ചെയ്യുന്നത്. ആ ഫോൾഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതേപോലെ എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ലോങ്ങർ എഡ്ജ് വരുന്ന രീതിയിൽ ഹാഫായിട്ട് ഫോൾഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ സെൻറ്റർ ലൈൻ കിട്ടണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് ഓപ്പൺ ചെയ്തെടുക്കാം. ഇതാണ് ഇതിൻ്റെ സെൻറ്റർ ലൈൻ. ഈ സെൻറ്റർ ലൈനിലേക്ക് ഈ രണ്ട് എഡ്ജ്, അതായത് ഓപ്പൺ ആയിരിക്കുന്ന എഡ്ജല്ല, മറ്റേ എഡ്ജ് ആ സെൻറ്റർ ലൈനിലേക്ക് ഫോൾഡ് ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെയായി. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എടുക്കുക. അവിടുന്ന് ഈ രണ്ട് കോർണർ പോയിൻറ്റ്സ് ഈ ഒരു പോർഷനിലേക്ക് ഫോൾഡ് ചെയ്യാം, ഇതേപോലെ. എന്നിട്ട് ഈ ബാക്കി വരുന്ന പോർഷൻ ഉള്ളോട്ടേക്ക്, ഈ എഡ്ജിനെ കറക്റ്റായിട്ട് ഉള്ളോട്ടേക്ക് ഫോൾഡ് ചെയ്യാം. ഫൈനലി ഇത് ഈ രീതിയിൽ ഫോൾഡ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ, ഇതേപോലെ ഇവിടെ രണ്ട് കോർണറായിട്ടുള്ള പോയിൻറ്റ്സ് കിട്ടും. അതേപോലെ ഇവിടെ ഇങ്ങനെ രണ്ട് പോക്കറ്റ്സ് ഉള്ളൊരു പീസായിട്ടും കിട്ടും. അപ്പം ഇതേപോലെ നമ്മൾ കുറേ പീസസ് ഉണ്ടാക്കണം. നെക്സ്റ്റ് ഇതെങ്ങനെ ജോയിൻ ചെയ്യുന്നത് നോക്കാം. നമ്മൾ രണ്ടെണ്ണം ജോയിൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ ഒരു പോർഷൻ ഈ ഒരു പോക്കറ്റിലേക്ക് പോകുന്ന രീതിയിലാണ് നമ്മൾ ജോയിൻ ചെയ്യുക. ഇതേപോലെ നമുക്ക് രണ്ടെണ്ണം കണ്ടിന്യൂസ് ആയിട്ട് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ രണ്ടെണ്ണം ഇതേപോലെ വെക്കുക. ഇത് ജോയിൻ്റ് ആവാൻ വേണ്ടി ഇതിൻ്റെ ഒരെണ്ണവും ഇപ്പുറത്തുള്ളതിൻ്റെ ഒരെണ്ണവും തമ്മിൽ ഇതിൻ്റെ ടോപ്പിൽ വെക്കുന്നതിൻ്റെ രണ്ട് പോക്കറ്റിലേക്കായിട്ട് കയറ്റി വെക്കുക. ഈ ഒരു രീതിയിൽ സെയിം മെത്തേഡിൽ നെക്സ്റ്റ് പീസ് ഇതിൻ്റെ അടുത്ത് വെക്കുക. അടുത്ത് ഒരെണ്ണം എടുത്തിട്ട് ഇതിൻ്റെ പോർഷനിൽ ഈ രണ്ട് ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള സാധനം കയറ്റുന്ന പോലെ ഇതേപോലെ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഒറ്റ സിംഗിൾ റോ ഇങ്ങനെ ജോയിൻ ചെയ്ത് വെക്കുക. അതാണ് നമ്മൾ അതിൻ്റെ ബേസ് ഉണ്ടാക്കാൻ ആദ്യം ചെയ്യേണ്ടത്. അപ്പം ഇപ്പം നമ്മൾ ചെയ്ത പോലെ താഴെ കുറച്ചെണ്ണം വെക്കുക. അതിൻ്റെ മേലെ ഒറ്റ ലെയർ മാത്രം വെച്ചിട്ടൊരു ജോയിൻ്റ് ആയിട്ടൊരു ഫസ്റ്റ് ഒരു ലെയർ ഉണ്ടാക്കുക. സോ ഫസ്റ്റ് ലെയർ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും, നേരത്തെ ചെയ്ത പോലെ. ഇനി നമ്മളൊന്ന് ബെൻഡ് ചെയ്തൊരു സർക്കിൾ പോലെ ആക്കുക.
ഇതിൻ്റെ ഏറ്റവും എൻ്റെ ലാസ്റ്റുള്ള 2 പോർഷനും കൂടെ നമ്മൾ ആ ഒരു എക്സ്ട്രാ പീസ് വെച്ചിട്ട് ജോയിൻ ചെയ്യാം. സോ ഇപ്പം ഈ രീതിയിലായിരിക്കും ഇതിൻ്റെ ബേസ് വരിക. ഇതിൻ്റെ മേലെയാണ് നമ്മൾ നെക്സ്റ്റ് ഓരോ ലെവലായിട്ട് ബിൽഡ് ചെയ്ത് പോകണം. അപ്പം ഇതിൻ്റെ മേലെ ഇനി ഈ ഒരു ഡയറക്ഷനിൽ, അതായത് ഈ സ്ലാൻഡിങ് ഹൈറ്റ് പുറത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് 2 അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള സാധനം ജോയിൻ ചെയ്ത് മുകളിൽ ബിൽഡ് ചെയ്ത് പോകാം. അപ്പോൾ ഇതേപോലെ ആയിരിക്കും നമ്മൾ ജസ്റ്റ് ഒരു ലെയർ നമ്മൾ നേരത്തെ ആഡ് ചെയ്തതിൻ്റെ മുകളിൽ ഒറ്റ റൗണ്ട് ഒരു ലെയർ നമ്മൾ ആഡ് ചെയ്തു. ഈ സെയിം ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ മേലെ നെക്സ്റ്റ് ലെയർ, അതായത് വീണ്ടും 2 ഓൾട്ടർനേറ്റീവിൻ്റെ മേലെ ഇതേപോലെ ജോയിൻ ചെയ്ത് പോകുക. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ജോയിൻ ചെയ്തിട്ട് ഫൈനലി നമ്മൾ ആ ഷേപ്പ് എത്തുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ നമുക്കത് ജസ്റ്റ് നിലത്ത് വെക്കാൻ പറ്റില്ല, കാരണം അതിങ്ങനെ ഓപ്പൺ ആയിപ്പോവും ആ പേപ്പറിൻ്റെ ഒരു പ്രഷർ കാരണം. അപ്പോൾ നമ്മളത് കയ്യിൽ തന്നെ പ്രോപ്പറായിട്ട് ഹോൾഡ് ചെയ്തിട്ട് കണ്ടിന്യൂസ്ലി ഇതേപോലെ ഇപ്പോൾ ഇവിടെ ആഡ് ചെയ്ത പോലെ തന്നെ വീണ്ടും ലെയർ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ അതിൻ്റെ മേലെ ലെയറായിട്ട് കുറച്ചും കൂടെ ആഡ് ചെയ്തൊരു പെർട്ടിക്കുലർ ലെവലെത്തി. അപ്പം നോർമലി ഇതൊരു റൗണ്ട് ഷേപ്പാണ് ഉണ്ടാവുക. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്വീസ് ചെയ്തിട്ട് ഒരു ഓവൽ ഷേപ്പ് ആവുന്ന രീതിയിലൊന്ന് എവിടെയെങ്കിലും ഒരു 2 ബുക്കിൻ്റെ ഇടയിൽ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ മതി കുറച്ച് നേരം. അപ്പോൾ അതൊരു ഓവൽ ഷേപ്പ് ആവും, അല്ലെങ്കിൽ ആ റൗണ്ട് ഷേപ്പിലായിരിക്കും ഇരിക്കുക. എന്നിട്ട് കുറച്ചൊരു ലെവൽ വരെ ആഡ് ചെയ്യുക, അതായത് ഓരോ ലെയറായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആഡ് ചെയ്ത് പോവുക. ഒരു പെർട്ടിക്കുലർ ലെവലെത്തിയാൽ നമ്മൾ ജസ്റ്റ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഉള്ളോട്ടൊന്ന് പ്രസ് ചെയ്യാം. അങ്ങനെ പ്രസ് ചെയ്യുമ്പം നമുക്കൊരു ഇങ്ങനത്തെ ഒരു ഷേപ്പ് കിട്ടും. അതായത് ഇനി ചെയ്യേണ്ടത്, ഇപ്പം നമുക്ക് ഇവിടെയാണ് അതിൻ്റെ നെക്ക് വരേണ്ടതെങ്കിൽ ആ ഒരു ഏരിയയിൽ മാത്രം കൂടുതലായിട്ട് ആഡ് ചെയ്യും. ഇപ്പോൾ ഈ ഒരു ലെവൽ വരെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇത് ആഡ് ചെയ്ത് പോവുക. ഒരു പെർട്ടിക്കുലർ ലെവലെത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് മാത്രം ഒരു പോയിൻറ്റഡ് ആയിട്ട്, അതായത് ഫസ്റ്റ് ഒരു 4 എണ്ണത്തിൽ ജോയിൻ ചെയ്യുക, പിന്നെ 3 എണ്ണം, പിന്നെ 2 എണ്ണം, 1 എന്നുള്ള രീതിയിൽ ടേപ്പർ ചെയ്ത് കൊണ്ടുവരിക. സെയിം വേ അതിൻ്റെ ഓപ്പോസിറ്റും കുറച്ച് ലെവൽ വരെ ടേപ്പർ ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ ഇവിടെയാണെങ്കിൽ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം 1 2 3 4 5 എണ്ണം ഉണ്ട്. അപ്പോൾ അടുത്ത നെക്സ്റ്റ് ആ 4 എണ്ണത്തിൽ നമ്മൾ ചെയ്യാം. ഈ ഒരു രീതിയിൽ ഇപ്പം ഇവിടെ നമ്മൾ ടേപ്പർ ചെയ്തെടുത്തു. അതേപോലെ തന്നെ ഈ നെക്ക് പോർഷനിൽ ടേപ്പർ ചെയ്യും. അതേപോലെ സൈഡിൽ നമുക്ക് വിങ്സ് വേണം. അപ്പോൾ ആ വിങ്സിന് വേണ്ടി ചെറിയൊരു പീസ് പോലെ ഇങ്ങനെ ടേപ്പർ ചെയ്ത് വെക്കാം. ഇപ്പോൾ ടോട്ടൽ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടി. ഇനി നമുക്കിതിൻ്റെ നെക്ക് പോർഷനാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നെക്കിന് നമ്മൾ പീസസ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് മതി. അതായത് ഒന്നിൻ്റെ താഴെ അടുത്തതായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ജോയിൻ ചെയ്യാം. ഫൈനലി നമുക്ക് ഇതേപോലൊരു പീസ് കിട്ടും. ഇതിൻ്റെ അറ്റത്ത് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഒരു യെല്ലോ കളറുള്ള ഒരു പേപ്പർ എടുത്തിട്ട് ഈ സെയിം രീതിയിൽ ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ അറ്റത്ത് ജോയിൻ ചെയ്താണ് അതിൻ്റെ കൊക്ക് പോലെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ അത്രയും ആക്കിയതിന് ശേഷം നമ്മളിതൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കും. ഈ ഒരു രീതിയിൽ ബെൻഡ് ചെയ്താൽ ഇതിൻ്റെ നെക്ക് പോലെയാവും. ഇനി ഇത് നമ്മൾ നേരത്തെ ഫ്രണ്ട് ആക്കാൻ വേണ്ടി ടേപ്പർ ചെയ്ത് വെച്ച പോർഷൻ ഉണ്ട്. അതിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള ഭാഗത്ത് ഇതിൻ്റെ 2 പോക്കറ്റ് വരുന്ന ഭാഗം അറ്റാച്ച് ചെയ്യാം. ഈ രീതിയിൽ. അതേപോലെ തന്നെ ടെയിൽ വരുന്ന ഭാഗത്ത് നമ്മൾ ജസ്റ്റ് കുറച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ വിങ്സും കുറച്ചും കൂടി ആഡ് ചെയ്തതിന് ശേഷം 2 സൈഡിലേക്ക് കുറച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് മാത്രമല്ല, ഇതേപോലെ ജോയിൻ ചെയ്ത് പല ഷേപ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ വേണമെങ്കിൽ ഒരു ഫ്ലവർ ബേസ് പോലെ ഉണ്ടാക്കാം. ഇതും സെയിം മെത്തേഡ് തന്നെയാണ് ചെയ്തത്.
ബേസ് പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ ജോയിൻ ചെയ്തു. പക്ഷേ ഇടയ്ക്കെന്ന് വെച്ചാൽ ആ ഡയറക്ഷൻ മാറ്റിയിട്ടുണ്ട്. അതായത് ഉള്ളിലേക്ക് വരുന്ന ഭാഗം പുറത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് ജോയിൻ ചെയ്താൽ അതുകൊണ്ടാണ് ഈ സൈഡിൽ ഇങ്ങനത്തെ ഡിസൈൻസ് വന്നത്. അപ്പോൾ ഇതേപോലെ പല പല രീതിയിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് ഇപ്പോൾ ഒരു ഫ്ലവർ വേസ് പോലെ വെക്കുക, ഇതിനകത്ത് ഫ്ലവേഴ്സ് വെക്കാം. അപ്പം ഈ സെയിം മെത്തേഡാണ് നിങ്ങൾ ജോയിൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ജോയിൻ ചെയ്ത് എന്ത് ഡിഫറെൻറ്റ് ഷേപ്സ് നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ കഴിയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ മറ്റൊരു ട്യൂട്ടോറിയലായിട്ട് കാണാം. അതൊരു ബൈ ഫ്രം MP's World.